ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സെക്ഷനിയുടെ പുതിയൊരു എപ്പിസോഡാട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ വൈകുന്നതെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. ഇത് റിലീസാവണ ആ ഒരു ടൈമിൽ എനിക്ക് പനിയായിരുന്നു. അപ്പോൾ പനി മാറിയിട്ട് പക്ഷേ സൗണ്ട് തീരെ റെഡി ആയിട്ടില്ല. അത് ഈ ഒരു വോയിസ് ഓവർ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ അതുവരെ ലൈക്ക് ചെയ്തിരിക്കുന്ന ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സൗണ്ടിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടാവും, അതൊന്ന് ക്ഷമിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിരിക്കുന്ന സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിലും കൂടെ ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ജെ ആണെങ്കിൽ ഫ്രേയ അവളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. യൂറി ആണെങ്കിൽ ഫ്രേയനെ യൂസ് ചെയ്തിട്ട് അവൻ്റെ കാര്യം കഴിഞ്ഞപ്പോഴത്തേച്ച് പോയതും, അതുപോലെ തന്നെ കെയ്ഫർ ആണെങ്കിൽ അവൻ്റെ കാര്യങ്ങൾക്ക് അവൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികൾ ഇഷ്ടപ്പെടാതെ അവൾ നല്ല രീതിയിൽ ടോർച്ചർ ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആലോചിച്ചിട്ട് അവൾ ഭയങ്കര ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുകയായിരുന്നു. കാരണം ഇങ്ങനത്തെ രണ്ടാൾക്കാരെല്ലാം അവൾ കണ്ടിട്ടുള്ളത്. സോ അങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു സെക്ഷനിലെ ബാക്കി പിള്ളേരെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാം സ്വിം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കെയ്ഫറും അതുപോലെ തന്നെ യൂറിയും വന്നിട്ടില്ല. ഇവരാണെങ്കിൽ കഴിഞ്ഞ ദിവസം വഴി ടെൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് പേര് ഒന്ന് തകർത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കാവൽ നിൽക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ സ്വിം ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളത്തിലേക്ക് എടുത്ത് ഇറങ്ങുമ്പോൾ നമ്മുടെ ജെ ആണെങ്കിൽ ഇറങ്ങുന്നില്ല. അപ്പോൾ എല്ലാവരും അവളോട് ഇറങ്ങാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യാനിങ്ങനെ കളിയാക്കിയ രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ എന്തിനാ അങ്ങനെ മടിച്ച് നിൽക്കുന്നത്, തണുക്കുന്നതെന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ നീ നേക്കഡായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ നെറ്റി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ പറയുന്നുണ്ട് അങ്ങനെയല്ല, ജസ്റ്റ് പുറം മാത്രം കണ്ടിട്ടില്ല, അവിടെ അവൾക്കൊരു ബർത്ത് മാർക്കും ഉണ്ടെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അവൾ അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ അയൺ ബോക്സ് ഒക്കെ വെച്ച് പൊള്ളിച്ചാൽ എങ്ങനെയാണ് ഉണ്ടാവുക, അതുപോലുള്ളൊരു മാർക്കാണ് അവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ അവളോട് ചോദിക്കുന്നുണ്ട് എന്താണിത് സംഭവം എന്നുള്ളത്. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഇത് ബർത്ത് മാർക്കൊന്നുമല്ല, അത് എന്താണെന്നുള്ളത് ഞാൻ എൻ്റെ ഗ്രാൻഡ് മദറിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രാൻഡ് മദർ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ പറയുന്നുണ്ട്. കൂടുതൽ അവളൊന്ന് ചിന്തിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് സിയാന് പെട്ടെന്ന് ടോപ്പിക്ക് മാറ്റിയിട്ട് ഞാൻ എന്താണ് നല്ല രസമുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ വെള്ളത്തിലെല്ലാവരും കൂടെ അവർ കളിക്കുകയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ നേരെ ഫുഡ് കഴിക്കണ ഫുഡ് കോർട്ടിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ പോകുന്നിടയിൽ തന്നെ അവിടെ ഏഞ്ചലോ വന്നിട്ടുണ്ടായിരുന്നു. ഏഞ്ചലോ വന്ന സംഭവം വേറൊന്നുമില്ല, സൈറസിൻ്റെ മോമ് ഏഞ്ചലോനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ സൈറസിനെ നല്ല രീതിയിൽ ഉപദ്രവിച്ചിട്ട് അവൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് കിടക്കുകയാണല്ലോ. അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഏഞ്ചലോ വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അവളോട് ചോദിക്കുന്നുണ്ട് നീ എന്താ കാട്ടിക്കൂട്ടുന്നത്, നീയാണ് നമ്മുടെ ജയജിയാണ് നമ്മുടെ സൈറസിനിട്ട് അടിച്ചത് എന്നുള്ള രീതിയിലായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പാരീസ് ആണെങ്കിൽ ചോദിച്ചത് നിൻ്റെ പ്രാന്ത് വീണ്ടും അവൻ്റെ അടുത്ത് എടുക്കുകയാണോ, നീ അവനെ അത്രമാത്രം ഉപദ്രവിച്ചോ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ എന്തെന്നുള്ള രീതിയിൽ അന്തം വിട്ടിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം അവളുടെ പ്രാന്ത് എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു സംസാരിച്ചത്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ കെയ്ഫർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കെയ്ഫർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളല്ല ഞങ്ങളാണ് അടിച്ചത് എന്നുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഏഞ്ചൽ ചോദിക്കുന്നുണ്ട് ഇതിനൊരു ക്ലാരിഫിക്കേഷനും കാര്യങ്ങളൊന്നും തന്നിട്ടില്ലല്ലോ. അപ്പോൾ അത് പറയാൻ വേണ്ടി പറയുമ്പോൾ നമ്മുടെ കെയ്ഫർ പറയുന്നുണ്ടായിരുന്നു അവൾ ഭയങ്കര മോശമായിട്ട് സംസാരിച്ചു, അവൾ മോശമായിട്ട് ബിഹേവ് ചെയ്തു, അങ്ങനെ അവളുടെ ഉപദ്രവിക്കാൻ നോക്കി, അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും കൂടെ അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കിയത്, അതുകൊണ്ട് തിരിച്ച് കൊടുത്തെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഏഞ്ചലോ താങ്ക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരെയും തിരിച്ചു വിടുന്നുണ്ട്. നമ്മുടെ കെയ്ഫറും ചേച്ചിയും തമ്മിൽ ഇങ്ങനെ നടന്നു പോകുന്നതിടയിൽ നമ്മുടെ ചേച്ചി അവനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ഞാൻ എന്ത് ചോദിച്ചാൽ നീ സത്യം മാത്രം പറയുമോ, എന്നോട് കാര്യം പറഞ്ഞു എന്താണെന്നുള്ളത് തുറന്ന് പറയുന്ന രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കെയ്ഫർ പറയുന്നുണ്ട് പറയാം, എൻ്റെ ബെസ്റ്റായിട്ട് ഞാൻ പറയാൻ ശ്രമിക്കാം എന്ന രീതിയിൽ പറയുന്നുണ്ട്. കാരണം വേറെ എന്തെങ്കിലും ദുരുദ്ദേശമുള്ള ചോദ്യമാണെങ്കിൽ ഞാൻ ഉത്തരം പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിലായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നീ എന്താണ് ഫ്രേയെ അങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, നീ എന്തിനാണ് അവളെങ്ങനെ ഉപദ്രവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കെയ്ഫർ പറയുന്നുണ്ടായിരുന്നു അവളായിരുന്നു എൻ്റെ ഫസ്റ്റ് ക്രഷ്, ഫസ്റ്റ് ലവ്, അവളായിരുന്നു എൻ്റെ എല്ലാം. അപ്പോൾ ഞാൻ അവളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് സ്റ്റിൽ ആ ഒരു സമയത്ത് യൂറിയോടെ ഒരു ഇഷ്ടവും കാര്യങ്ങളും തോന്നിയപ്പോൾ എനിക്ക് ഭയങ്കര പൊസസീവും ജലസും ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന് നമ്മുടെ കെയ്ഫർ പറയുന്നുണ്ടായിരുന്നു. കെയ്ഫറിന് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം താൻ പ്രേമിക്കുന്ന ഒരു പെണ്ണ് വേറൊരു സെക്കൻഡിനെ ചെറുതായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുമ്പോൾ ആ ഒരു ജലസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ കെയ്ഫർ കാട്ടിയത് കുറച്ച് ഓവറായിട്ട് അവളെ ടോർച്ചർ ചെയ്തെന്നുള്ള കാര്യങ്ങൾ ചെറിയൊരു തെറ്റായിട്ട് തോന്നി, വേറൊന്നും തെറ്റായിട്ട് എനിക്ക് തോന്നി. അതിനൊപ്പം തന്നെ നമ്മുടെ ചേച്ചി വേറൊരു കാര്യം കൂടെ ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ യൂറി ആണെങ്കിൽ അവളെന്തോ യൂസ് ചെയ്തിട്ട് അവളുടെയൊക്കെ എന്തോ കിട്ടിയിട്ട് അവൾ ഉപേക്ഷിച്ചു എന്നുള്ള കാര്യം പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതെന്താന്നുള്ള രീതിയിലും ചേച്ചി ചോദിക്കുന്നുണ്ട്. അപ്പോൾ കെയ്ഫർ പറയുന്നുണ്ട് അവൻ എന്താണെന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടില്ല, അതെന്താണെന്നുള്ളത് എനിക്കറിയില്ല, ഞാനായിട്ട് അതാണെങ്കിൽ ചോദിച്ചിട്ടുമില്ല എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കീഫർ ചോദിക്കുന്നുണ്ട് നിൻ്റെ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളിങ്ങനെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു നീ എന്ത് ചോദ്യം ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി, എനിക്ക് പറയാൻ പറ്റുന്നതാണെങ്കിൽ എല്ലാം ഞാൻ നിന്നോട് പറയുന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് അവർ പരസ്പരം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ നടന്ന് നീങ്ങുന്നുണ്ട്. വീഡിയോയുടെ ഇടയിൽ ചെറിയൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഞാൻ ഇത്ര എഫേർട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ ഇടാനും മാർക്ക് ചെയ്തിട്ടോ. കൂടാതെ നിങ്ങൾക്ക് ഏത് കോമ്പാണ് ഇഷ്ടം എന്നുള്ള താഴെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മാർക്ക് ചെയ്തിട്ടോ. നമ്മുടെ കീഫർ കോമ്പോ ആണോ അതോ യൂറി കോമ്പോ ആണെന്നുള്ള താഴെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മാർക്ക് ചെയ്യരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ ആണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ എണീക്കുന്ന ഒരു സീനാട്ടോ. അപ്പോൾ അവളാണെങ്കിൽ ഭയങ്കര ടൈറ്റായിട്ട് എന്തോ കെട്ടിയിട്ടുണ്ട്. അവളിങ്ങനെ എണീക്കുമ്പോൾ കാണുന്നത് നമ്മുടെ യൂറിയും കെയ്ഫറും അവളുടെ അടുത്തടുത്ത് കിടക്കുന്നതാണ്. കൂടാതെ അവൾ മൊത്തത്തിൽ ഇങ്ങനെ കെട്ടിച്ചുറ്റി കിടക്കുന്നുണ്ട്. അപ്പോൾ അവൾ എന്താണെന്നുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കെയ്ഫർ ഉണർന്നിട്ടുണ്ടായിരുന്നു, ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൾ എന്താ സംഭവം
എന്താണെന്ന് ചോദിക്കുമ്പോൾ കെയ്ഫർ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ നൈറ്റാണെങ്കിൽ ഇവർ ഇങ്ങനെ നല്ല ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ജയിച്ച് നല്ല അടിപൊളിയായിട്ട് ഡ്രിങ്ക്സ് അടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവളാണെങ്കിൽ എല്ലാവരും നല്ല രീതിയിൽ ഉപദ്രവിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും അവൾ മുൻപൊരു നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ നാടകത്തിൽ ഭയങ്കര ക്രൂവലായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു അവൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതിലൊരു കാട്ടിക്കൂട്ടലൊക്കെ ആയിട്ട് ഇങ്ങനെ കത്തിയിട്ട് കുത്താൻ ചെല്ലുന്നതും എല്ലാവരും നല്ല രീതിയിൽ ഉപദ്രവിക്കുന്നതും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ആ ഒരു ഡിസിഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവരെല്ലാവരും കൂടെ അവളെ ചുറ്റി കയറി കെട്ടി നല്ല രീതിയിൽ മുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒരാളെ ഉപദ്രവിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇതിൻ്റെ ഒരു ക്ലിപ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഫെലിക്സ് ആണെങ്കിൽ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ ടെൻറ്റിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അയ്യോ അവൾ വരുന്നുണ്ട് എന്നുള്ള കാര്യം പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട് പേടിക്കേണ്ട എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒപ്പം തന്നെ പറയുന്നുണ്ട് അത് വീഡിയോയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇനി അങ്ങനെ ചെയ്യൂലാന്ന് ഡ്രിങ്ക്സ് അടിക്കൂലെന്ന് അവൾ പറയുന്നുണ്ട്. ഡേവിഡ് പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഡ്രിങ്ക്സ് അടിച്ചിട്ടൊന്നും വരില്ലേ എന്നുള്ള കാര്യം. പിന്നീട് നമ്മൾ കാണുന്നത് മോർണിംഗ് ആണെങ്കിൽ ജയിച്ച് പല്ല് തേച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഫ്രൈ ആണെങ്കിൽ ഭയങ്കര മോഡൽ കാട്ടിക്കൂട്ടി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ ഫ്രണ്ട് പറയുന്നുണ്ട് മതി എന്നുള്ള കാര്യം. പക്ഷെ ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ അവളെ കുത്തി നോക്കുമ്പോൾ നമ്മുടെ ജയിച്ച് ശ്രദ്ധിക്കുന്നുണ്ടായി. അവളുടെ ഫേസിൽ എന്തോ ഫെമിലിയർ ആയിട്ട് കണ്ട ഒരു കാര്യമാണ്. പിന്നീട് നമ്മൾ കാണുന്നത് അവരെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാണ്. പോർക്കാണ് കേട്ടോ സ്പെഷ്യലായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു പോർക്ക് നല്ല ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജയിച്ചാണെങ്കിൽ കുറേ പ്ലേറ്റിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ ഭയങ്കര അതിന് ഹൈപ്പൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ കഴിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴായിരുന്നു ഫ്രൈ വന്നിട്ട് തട്ടിയിട്ടുണ്ടായിരുന്നത്. അവളാണെങ്കിൽ ആകെ അങ്ങ് ഞെട്ടിട്ടോ. അവൾ കാരണം അത്രയും ആസ്വദിച്ച് കഴിക്കാതെ നിന്ന ഫുഡായിരുന്നു. നമ്മൾ ജയിച്ച് പറയുന്നുണ്ടായിരുന്നു ഈ ഒരു പിഗ് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ ആയതെന്ന് അറിയോ, എത്ര ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് ഇങ്ങനെ ഇത്രയും വലിപ്പം വെച്ചത്, അതിന് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ നേരം അതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ ഫ്രൈ ആണെങ്കിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു, എന്തുവാ അവൾ പറയുന്നുള്ള ചിന്തിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾക്ക് ഫുഡ് കിട്ടാതെ ആയപ്പോൾ തന്നെ കെയ്ഫർ അവൻ്റെ ഫുഡ് അവളേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ടായിരുന്നു നിനക്ക് ഫുഡ് വേണ്ടെന്നുള്ള കാര്യം. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഞാൻ ഓൾറെഡി മോർണിംഗ് ആണെങ്കിൽ ഒരുപാട് ഫുഡ് കഴിച്ചിട്ട് വയറ് ഫുള്ളാണ്, സോ നീ അത് കഴിച്ചോ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ആ സമയത്താണെങ്കിൽ യൂറി ഭയങ്കര പോസസീവായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ യൂറിക്ക് തന്നെ ആ ഫുഡ് കൊടുക്കായിരുന്നു ആദ്യം തന്നെ. ആ നോക്കി നിൽക്കുന്ന നേരം എനിക്ക് യൂറി ജെ കോംബോ ആണ് ഇഷ്ടം, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോസിൽ. പക്ഷേ നമ്മുടെ യൂറി വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, അവ ഇങ്ങനെ വെറുതെ ആലോചിച്ച കാര്യങ്ങളൊക്കെ നിൽക്കുകയാണ്. സോ അതിനൊരു സങ്കടം എനിക്ക് ചെറുതായിട്ടുണ്ട്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കീഫറിനെ എടുത്ത് കൊണ്ടുപോകുന്നുണ്ടായിരിക്കും. പിന്നീട് നമ്മൾ കാണുന്നത് സിയാനും ചേച്ചിയും കൂടെ ഇങ്ങനെ സംസാരിച്ച് വരുന്നതാട്ടോ. അവനാണെങ്കിൽ ചേച്ചിയോട് ആ ക്യാരക്ടറിനെ കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അവൾ അഭിനയിച്ച ആ നാടകത്തിൽ അവളുടെ ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു നാടകത്തിൽ ഇങ്ങനെ വൊമിറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും അവളെ ഇങ്ങനെ പ്രഗ്നൻ്റ് ആണെന്നുള്ള രീതിയിൽ ഗോസിപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞവർ ഇങ്ങനെ വരികയായിരുന്നു കേട്ടോ. ആ സമയത്തായിരുന്നു നമ്മുടെ ജേജ് അവനോട് ചോദിക്കുന്നുണ്ടായിരുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നീ അത് ക്ഷമിക്കുന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നോ, അത് ഞാൻ പറയട്ടെ എന്നുള്ള രീതിയിലാവും നമ്മുടെ ജേജ് വരുന്നുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എസ്കേപ്പ് ആവണമെന്നുള്ളത് വിചാരിക്കുമ്പോൾ അവൻ്റെ ടീച്ചേഴ്സ് അങ്ങനെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ടീച്ചേഴ്സിനെ കാല് പിടിച്ചിട്ട് അവർ എന്തെങ്കിലും ആക്ടിവിറ്റീസ് തരൂ എന്നുള്ള രീതിയിൽ രണ്ടുപേരും കരഞ്ഞിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ടീച്ചേഴ്സ് ആണെങ്കിൽ അവരൊന്നും ഒട്ടും മൈൻഡും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം സിയാൻ്റെ ഓവർ ആക്ടിങ് കണ്ടപ്പോൾ തന്നെ ടീച്ചർക്ക് ഏകദേശം മനസ്സിലായിട്ട് ടീച്ചേഴ്സ് അങ്ങനെയായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ ഇങ്ങനെ ടീച്ചേഴ്സ് പോയ സമയത്തും നമ്മുടെ ജേജ് ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു കാര്യത്തെക്കുറിച്ചിട്ട്. അപ്പോൾ നമ്മുടെ സിയാണെങ്കിൽ ട്രൂത്തോടെ കളിക്കും പുതിയൊരു ഗെയിം കിട്ടിയിട്ടുണ്ട്, നമ്മുടെ ജേജ് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വേഗം തന്നെ ഓടി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ജേജയ്ക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നെ ആ കാര്യം പറയാം അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ള കാര്യം. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ സെക്ഷനിലെ പിള്ളേരെല്ലാവരും കൂടെ ചേർന്ന് ട്രൂത്ത് ഓർ ഡെയർ കളിക്കുക കേട്ടോ. സോ അതിൻ്റെ ഇടയിലാണെങ്കിൽ ഡേവിഡ് ചോദിക്കുന്നുണ്ടായിരുന്നു ഈ കെയ്ഫറും യൂറിയൊന്നും ഇല്ലെങ്കിൽ നീ എന്നെ സെലക്ട് ചെയ്യുമെന്നുള്ള കാര്യം. അപ്പോൾ നമ്മുടെ ആ സെക്ഷനിലെ പിള്ളേരെല്ലാവരും കൂടെ അന്തം വിട്ട് നിൽക്കണം. നമ്മുടെ കെയ്ഫറിനാണെങ്കിൽ നല്ല ദേഷ്യവും കാര്യങ്ങളും വരുന്നുണ്ട്. എന്തായിരിക്കും നമ്മുടെ ജേജ് പറയാനുള്ള മറുപടി കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്ന് എന്ത് സംഭവിക്കും, ഓവർ ജെലസും പൊസസീവും ഒക്കെ ഉള്ള നമ്മുടെ കെയ്ഫർ നമ്മുടെ ഡേവിഡിനിട്ട് പണി കൊടുക്കും എന്നുള്ളതൊക്കെ വഴി അറിയാം കേട്ടോ. സോ ഇതൊരു ലൈക്ക് ചെയ്തെടുക്കുന്ന ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിലിടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാവരും കൂടെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കരുത്. ഇതിന് നെക്സ്റ്റ് പാർട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. സോ സ്റ്റേ ഓൺ വീഡിയോ ലൈക്ക് ചെയ്തെടുക്കുന്ന ലൈക്ക് ചെയ്യുക. സോ ദിസ് ഈസ് സൈനിങ് ഔട്ട്, ബൈ.